ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ വെക്കേഷൻ ടൈമാണ്. എൻ്റെ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ഫുളഗു എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. എൻ്റെ അമ്മയും ഞാനും ഇതുവരെ ഐലൻഡിൽ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫുളഗു ഐലൻഡിലേക്കാണ് പോകുന്നത്. ഗൈസ്, ഇതിൻ്റെ അകത്തൊരു വെഡ്ഡിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ബോയും പിന്നെ ഫോറിൻ കൺട്രിയിലെ ഒരു ഗേളുമായിട്ടാണ്. നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്യല്ലേ. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, പിന്നെ ബെൽഡൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബോട്ടിൽ കയറി ഞങ്ങൾ ഐലൻഡിൽ നിന്ന് ഞങ്ങൾ പോകുകയാണ്. ഇവിടെ നിന്ന് ഒരു ഐലൻഡിൻ്റെ അപ്പുറത്താണ്, ഒത്തിരി ദൂരമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ കുറച്ച് നേരം സംസാരിക്കാം. മോളുടെ മുഖം കണ്ടു ഭയങ്കരമായിട്ട് പേടിച്ചിട്ടിരിക്കുക കേട്ടോ. കാരണം ഈ ബോട്ടിലൂടെയൊക്കെ അതും നടുക്കടലിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ആർക്കായാലും പേടി തന്നെ. കാരണം നമ്മളങ്ങനെ അധികം യാത്ര ചെയ്യാത്ത ഒരു ഇതാണല്ലോ. നമ്മളൊന്നും ബസ്സിലും കാറിലും അങ്ങനെയൊക്കെ പോയി യാത്ര ചെയ്യുന്നവർക്ക് ശരിക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ശരിക്കും ഞങ്ങൾ വെക്കേഷൻ ആണോയെന്ന് ചോദിച്ചാൽ മോൾക്കതൊരു വെക്കേഷൻ ട്രിപ്പാണിത്. പക്ഷേ എനിക്കെന്ന് പറയുന്നത് ഇത് ശരിക്കും എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഫുളഗു എന്ന് പറയുന്ന ഐലൻഡിലോട്ട് റിലീവിങ് ഡ്യൂട്ടിക്കായിട്ട് 1 വീക്കിലേക്ക് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ മോളുമായിട്ട് അങ്ങനെ പോകുക. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ശരിക്കും ഫസ്റ്റ് ട്രിപ്പൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ മുമ്പും ഇതുപോലെ മോളുടെ മെഡിക്കലിനും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വേറൊരു ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഐലൻഡിൽ പോയ സമയത്ത് വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ എന്തോ അതൊന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം മോളുടെ ഒരു പ്രശ്നമുണ്ടെന്നേ, ഞാൻ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ വിളിച്ചാൽ വരത്തില്ല. അതാണ് പല വീഡിയോസും അപ്ലോഡ് ചെയ്യാനായിട്ട് മടിക്കുന്നത് പോലും. പിന്നെ ഞാനങ്ങ് തീരുമാനിച്ച് ഇനിയിപ്പം അവളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എല്ലാ കമ്പനിക്കും വരും, പക്ഷേ വോയിസ് റെക്കോർഡ് ചെയ്യാൻ മാത്രം ആളെ കിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പം ഞാനങ്ങ് വോയിസൊക്കെ അങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് എൻ്റെ ഐലൻഡ്, ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡിൽ നിന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള വ്യൂ ആയിട്ട് നല്ല അടിപൊളി. രാവിലെയാണ് കേട്ടോ യാത്ര. ഒരു എന്താ പറയുക, ഞങ്ങളുടെ കൂടെ 1-2 സ്റ്റാഫും കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഉണ്ട്. അവർക്കാണെങ്കിൽ വേറെ ഐലൻഡിൽ തന്നെ ഒരു എന്താ പറയുക വർക്ക്ഷോപ്പോ കാര്യമോ കണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവരതിന് പോകുന്ന വഴിക്ക് എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യുക അവർ ശരിക്കും ചെയ്യുന്നത്. അവിടെ ഞാനിപ്പോൾ റിലീവിങ് പോസ്റ്റിന് പോകുന്ന അവിടെയും ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഉണ്ട് വർക്ക്ഷോപ്പിൽ പോകാനായിട്ട്. അപ്പം അവരെയും കൂടെ എടുക്കണം. അങ്ങനെ ആ കുട്ടി ഞങ്ങൾ അവിടെ ഇറങ്ങും. പക്ഷേ ഇത് ഐലൻഡ് എന്ന് പറയുന്നത് സെഹന്തു അങ്ങനെയുള്ള ഒരു ഐലൻഡാണ് കേട്ടോ. ഇവിടെ ഐലൻഡൊക്കെ കയറാനൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി ആളെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വീഡിയോ കേട്ടോ ഇത്. ആദ്യമേ ഇച്ചിരി സ്ലോ ചെയ്തെങ്കിലും പിന്നെ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ബോട്ട് പോകുന്നതൊക്കെ. നമുക്കൊരിച്ചിരി പേടി വരും. നമ്മുടെ ദേഹത്ത് ബാക്കിലിരിക്കുന്നത് കാരണം കുറച്ച് വെള്ളമൊക്കെ ദേഹത്തോട്ടടിക്കും. അത് ആ എൻജിൻ സൈഡ് ആയതുകൊണ്ട്. പിന്നെ അല്ലാതെ പിന്നെ വലിയ കുഴപ്പമില്ല. സീ എന്ന് പറയുന്നത് ഭയങ്കര റഫൊന്നും അല്ല കേട്ടോ. നല്ല രസമുണ്ടോ. പല കളർ സീ തന്നെ. ഇതിപ്പോൾ ഡീപ്പ് ഓഷൻ അല്ല കേട്ടോ. അതാ കളർ ഇങ്ങനെ കാണുന്നത്. ഡീപ്പ് ഓഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ബ്ലൂ കളറൊക്കെയാണ്. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളിടയ്ക്ക് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ചരിയുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ കയറി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇങ്ങനെ. പിന്നെ ഒരു പേടിയെന്ന് പറയുന്നത് വോമിറ്റ് ചെയ്യുമെന്നുള്ള ഒരു പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് ബോട്ടിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നോസിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്തായാലും ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നോക്കിക്കേ, വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ചില്ല. ഈ 2 ഐലൻഡിൽ നിന്ന് ഉള്ള ആൾക്കാരൊന്നും 2 ഐലൻഡ് അതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മോളോട് ചോദിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ ആൾ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് യാത്രയൊക്കെ ചെയ്യാൻ, ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലൊക്കെയാണ്. ഇതിപ്പോൾ സീയുടെ കളർ മാറിയതുകൊണ്ട് ഇത് ഇച്ചിരി ഡീപ്പായിട്ടുള്ള ഏരിയ കേട്ടോ. പിന്നെന്താ, അങ്ങനെ ഞങ്ങളങ്ങനെ അടിച്ച് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊന്നും ശരിക്കും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട്. അവിടുത്തെ സ്റ്റാഫ് സത്യം പറഞ്ഞാൽ എന്താ പറയുക, എമർജൻസി ആയിട്ട് 10 ദിവസത്തേക്ക് പോയതാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യാൻ വന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റൽ എന്ന് പറയത്തേയില്ല, ഇതൊരു ക്ലിനിക്കാണ്, ചെറിയൊരു ക്ലിനിക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. നല്ല
അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വന്ന്. കാരണം ശരിക്കും ഒരു കാമാൻ കൊയ്ത്ത് ഏരിയയാണ് ഇത്. ഞാൻ പോകുന്ന വഴിയാണ്. പിന്നെന്താ, ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതേണ്ട ഇവിടെ ഒരു ബീച്ചുണ്ട്, നല്ല ചെറിയൊരു ബീച്ചാണ് കേട്ടോ. ആ ബീച്ചിലോട്ട് എൻ്റെ കൂടെ ഒരു മിസ്സും ഉണ്ട്, മിസ്സും മോളും കൂടെ. ഇതാണ് ഫുലബിൻ്റെ കണ്ടോ, എൻ്റെ നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം. പിന്നെ ഐലൻഡിൻ്റെ പേര് ഫുലബ് എന്നാണ്. ശരിക്കും നല്ല രസമാണ് കേട്ടോ ഈവനിങ് ഈ സൺസെറ്റ് ടൈമൊക്കെ എന്ന് പറയുന്നത് നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടുത്തെ. കുറേ നേരം ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന മിസ്സ് പറഞ്ഞു ഇവിടെ കുറച്ച് വേറെ 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സ്ഥലം, നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം, മോൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മിസ്സ് പറഞ്ഞു. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ നിന്ന് കടലിലൊക്കെ ഇറങ്ങി കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ അടുത്ത ഒരു സൈറ്റിലോട്ട് പോകുക കേട്ടോ. ഇവിടെ പിന്നെ ജസ്റ്റ് എന്തുവാ, ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഏരിയ കേട്ടോ. ഇവിടേക്ക് എന്ന് പറയുന്നത് കടലങ്ങോട്ട് ഇറങ്ങി പോയ സമയത്ത് ഇവർ ഇറങ്ങിപ്പോയതല്ല, ഇവർ മണ്ണിട്ട് നികത്തി എടുത്ത കുറച്ച് ഏരിയയാണ് ഈ ഭാഗം. പിന്നെ ഇത് കണ്ടു, ഒരാളെ ഇവിടെ നിൽപ്പുണ്ട്. മോളെ കാണിക്കാനായിട്ട് എന്തെങ്കിലും സംഭവത്തിനാളെ കിട്ടി. ഇതെന്ത് തരം താറാവെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും നല്ല കളർഫുൾ താറാവ് കേട്ടോ. പിന്നെ ആരൊക്കെയോ വളർത്തുന്നതൊക്കെയാണ് കേട്ടോ ഇതിങ്ങനെ. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇതാ കണ്ടോ, സാൻഡ് ബാഗ് നിറച്ചിട്ടുണ്ട് ഇതിങ്ങനെ കടൽ. അത് കണക്കൊക്കെ മുയലുമൊക്കെ ഉണ്ട്. മോൾക്ക് ഭയങ്കര ഹാപ്പിയായി മുയലിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് അങ്ങനെ കടലിറങ്ങിപ്പോയ സ്ഥലങ്ങളിലോട്ട് നടക്കുക. കൊണ്ട് നല്ല അടിപൊളി പഞ്ചാര മണലിൽ കൂടെ ഞങ്ങളങ്ങനെ നടക്കുക. കുറേ ഫോട്ടോസൊക്കെ ഞാനും മോളും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ മിസ്സ് തന്നെ എടുത്തു തന്ന്. ഇത് നോക്കിക്കേ, മണ്ണിൽ ഒളിച്ചിരുന്നതാന്ന് കേട്ടോ. ഞങ്ങളിരുന്ന സ്ഥലത്തങ്ങാണ്ട് ഒളിച്ചിരുന്നത്, ഞങ്ങളെ കണ്ട് ഓടിപ്പോയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെ 1-2 പേരൊക്കെ അവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. ആ സൈഡിൽ ഇരിപ്പുണ്ട് അവരൊക്കെ. മോള് മുയലിൻ്റെ പുറവശം തന്നെ മുയലിനെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങളൊരു കഫേയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു. പക്ഷെ അവിടെ ഒന്നുമില്ല കേട്ടോ. അവിടുത്തെ ആൾ ലീവായത് കാരണം ഞങ്ങൾ പുതിയൊരു നല്ല അടിപൊളി ഒരു എന്താ പറയുക ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ വന്നിരിക്കുകയാണ്. അവിടെ വന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കൊണ്ടുപോകുക. പിന്നെ അവിടെ നടന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഇറങ്ങാൻ പറ്റുമോ, കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ ആൾക്കാർ കുളിക്കുമോ, ഇവിടെ ഇറങ്ങാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു 1-2 ഫോട്ടോ വേണമെങ്കിൽ എടുക്ക്. അപ്പോഴത്തേക്ക് മോൾ ഓർഡർ ചെയ്ത ഓറഞ്ച് ജ്യൂസ് എത്തിയിട്ടുണ്ട്. നോക്കിക്കുക, ഒരു രസം കാണിച്ചു തരാം. ആൾക്ക് പറ്റിയ ഇതൊന്നുമല്ല, അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ കുടിക്കുക. എന്നോട് പ്രത്യേകം പറഞ്ഞു കേട്ടോ, വീഡിയോ എടുക്കല്ലേ എന്ന്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ എടുത്ത് നേരെ പോവുക. കാരണം ഞങ്ങൾ ഒരുപാട് സമയമായി ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്. എപ്പോഴാണ് കോള് വരുന്നതെന്ന് അറിയത്തില്ല. പേഷ്യൻസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ പോകേണ്ടി വരും. അത് കാരണം ഫുഡ് ഓർഡർ ചെയ്തത് എടുത്ത് ഞങ്ങളങ്ങനെ പോകുക. കണ്ടോ, ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ്. കണ്ടോ, അണ്ടർ വാട്ടർ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു തരം സൈഡാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമ്മുടെ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഇവരുടെ ട്രഡീഷണൽ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളിക്കുന്ന സ്ഥലമാണ് അതെല്ലാം. അതായത് ഈ മാൽദീവ്സുകാരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും എടുക്കാനും ഒക്കെയുള്ള സ്ഥലമാണ്. അവിടെ വന്നിരുന്നിട്ട് അവരതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ രാത്രിയിൽ അവർ ഡാൻസ്, ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ഫുഡ് ഓർഡർ ചെയ്ത് തന്നെ അത് എടുക്കാൻ പറ്റില്ല. ഞങ്ങളങ്ങനെ ഫുഡുമായിട്ട് വീട്ടിൽ വന്ന് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തായാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി.
ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. മോള് KFC ഫ്രഞ്ച് ഫ്രൈസൊക്കെയാണ് ഓർഡർ ചെയ്തത്. മിസ്സിൻ്റെയും ഫുഡ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ മോൾക്ക് പ്രത്യേകിച്ച് വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഒത്തിരി നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ ആൾ KFC എന്ന് പറഞ്ഞപ്പോൾ അതിൽ വീണു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മിസ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു നല്ല അടിപൊളി ബീച്ചുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. മിക്ക ഫോറിനേഴ്സ് വന്നാലും അവിടെയാണ് പോയി. അതിന് പറയുന്നൊരു പേര്, നമ്മുടെ ആ ബീച്ചിൻ്റെ പേര് ബിക്കിനി ബീച്ച് അങ്ങനെ അങ്ങാണ്ട പേര്. നമുക്കവിടെ ചെല്ലുമ്പോൾ ശരിക്കും അത് എന്തുകൊണ്ടാണ് ബിക്കിനി ബീച്ച് എന്നുള്ള പേര് വന്നതെന്ന് ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്കത് മനസ്സിലാകും കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് 1-2 ഫോറിനേഴ്സൊക്കെ വരുന്ന കണ്ടു. പിന്നെന്താ, ഇതൊരു ശരിക്കൊരു കാട് തന്നെ കേട്ടോ. കാടായിരുന്ന ഭാഗം അവിടെ ഒരു എന്താ പറയുക വെട്ടിത്തെളിച്ച് ആ വഴി അവർ ബീച്ചിലോട്ടുള്ളൊരു വഴി തെളിച്ച് അങ്ങനെ ഇട്ടിരിക്കുക. ലെഫ്റ്റും റൈറ്റും കടലാണ് കേട്ടോ. അവിടെ വന്നപ്പോൾ കുറേ വണ്ടികളൊക്കെ ഇരിക്കുന്ന കണ്ട്. എന്തോ സംഭവം ഉണ്ടെന്ന് മിസ്സ് പറഞ്ഞു. ഇനി എന്തുവാന്ന് അവിടെ ചെല്ലുമ്പോഴറിയാം. എന്താ കാര്യം എന്നറിയാൻ വയ്യ. മോളോട് പറഞ്ഞു പോയി നോക്കിയിട്ട് വാ, ഒന്ന് നമുക്ക് വരാൻ പറ്റുന്ന ഇതാണോ. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇത്തിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമുക്കെന്താ അതേ നോക്കിക്കാൻ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. മോള് വീഡിയോയിൽ ഫസ്റ്റ് പറയുന്നുണ്ട് ഒരു മാരേജിൻ്റെ കാര്യം. എനിക്കും അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം മിസ്സ് പറഞ്ഞു ഇങ്ങനെ ഇവിടുത്തെ മാരേജ് ഇങ്ങനെയൊക്കെയാണെന്നൊരു സൗണ്ടൊക്കെ കേട്ട് ചെണ്ടയുടെ കണ്ടോ. ചെണ്ടയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു മാരേജ് ഫങ്ഷനാണ്. ശരിക്കും ഇതൊരു മാൽദീവിയൻ ബോയും എന്താ പറയുക ഒരു ഫോറിനർ, എനിക്ക് തോന്നുന്നു റഷ്യ ആണോ ഏതാണെന്ന് അറിയത്തില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു അവർ പറയുന്ന കേട്ട. അവരുമായിട്ടുള്ളൊരു മാരേജ് ഫങ്ഷനാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, ഞങ്ങൾ കുറച്ച് അടുത്ത് ചെന്നു. പിന്നെ അങ്ങോട്ട് ചെല്ലാനൊരു ഇത് തോന്നി. ഞങ്ങൾ ശരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ വന്നതാണ്. പക്ഷേ ആ ഒരു ഫങ്ഷൻ നടക്കുന്നത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ജസ്റ്റ് അവിടെ അടുത്ത് നിന്ന് എനിക്കും കാണാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കണ്ടോ, അവരുടെ മാരേജ് പെട്ടെന്ന് തീരുവന്നേ. നമ്മുടെ നാട്ടിലെ പോലത്തെ മാരേജൊന്നും അല്ല ഇത്. ചെറുക്കനും പെണ്ണും കൂടെ നിൽക്കുന്നു, ഒരു പേപ്പർ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, എടുക്കുന്നു, അവർ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, നടന്നു പോകുന്നു, വീഡിയോസ് എടുക്കുന്നു. ബന്ധുക്കൾ ആരും അധികം ഇല്ല. എനിക്കൊന്നും ചെറുക്കൻ്റെ 1-2 ബന്ധുക്കൾ ഇതാണ്ട് പച്ച ഡ്രസ്സ് ഇട്ടതെല്ലാം ചെറുക്കൻ്റെ ബന്ധുക്കൾ. ബാക്കിയെല്ലാം ഈ കൗൺസിലിൽ നിന്ന് ഒരു മെമ്പർ അങ്ങാണ്ട് വരും കല്യാണം നടത്താനായിട്ട്. കഴിഞ്ഞു, അവരുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു ഇതുപോലെ ബീച്ചിൽ വെയിൽ കൊള്ളാമെന്ന് കുറേ ആൾക്കാർ. ഞങ്ങളങ്ങനെ അവരൊന്ന് മാറിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടന്ന് പോകാനുള്ള ഒരു പ്ലാനിൽ അങ്ങനെ ഇരിക്കുക. നമുക്ക് എൻ്റെ കുറച്ച് ദൂരമുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. ഇതൊക്കെ നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു മാൽദീവിയൻ പറഞ്ഞത് നോക്കിക്കേ ശരിക്കും ഡോൾഫിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായില്ല. സൂക്ഷിച്ച് നോക്കിയാലേ ആ ഡോൾഫിൻ സെറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. കണ്ടോ, ദൂരെയായിട്ട് ഇങ്ങനെ ഡോൾഫിൻ സെറ്റുകൾ വരുന്നുണ്ട്. മാക്സിമം ഞാനത് സൂം ചെയ്തു. കണ്ടോ, ഇപ്പം കാണാം കുറച്ച് പേര് ഇതിൻ്റെ ഒരുമിച്ച് ഡോൾഫിൻ വരുന്നുണ്ട്. പിന്നെ എന്താ, അതൊക്കെ കണ്ട് കഴിഞ്ഞ് കുറേ പേര് കുളിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കുളിയും ബഹളമൊക്കെ തന്നെ. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് എന്താ പറയുക അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കേണ്ടതുണ്ട്. മോളെ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നടന്ന് ഒക്കെ വരുന്നതാണ് കേട്ടോ മിസ്സൻ്റെ ഞങ്ങളുടെ മിസ്സൻ. കല്യാണ ചെറുക്കനും പെണ്ണും പോകുന്നു, എൻ്റെ കൂടെ എൻ്റെ മോള് പോകുന്നു. നമ്മുടെ നാളൊക്കെ ആണെങ്കിൽ എന്തോരം ആൾക്കാരല്ലേ ഭക്ഷണം കഴിക്കാനും അല്ലാതെ ആയാലും ശരി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, ആളും ബഹളമൊക്കെ അല്ലായിരുന്നു. ഇത് ശരിക്കും കൊറോണ സമയത്തുള്ള കല്യാണം പോലെ ഒരൊറ്റ മനുഷ്യരില്ല. പിന്നെ ഞങ്ങളവിടെ നടന്ന് നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട്. ഇത് ശരിക്കും പറയുന്നത് കണ്ടോ, ലെഫ്റ്റും റൈറ്റും കടൽ വന്നിട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ബീച്ചിൻ്റെ പ്രത്യേകത കണ്ടല്ലേ. ഞാനത് മാക്സിമം ഞാനത് ഒഴിവാക്കാൻ നോക്കിയത്. പക്ഷെ എൻ്റെ മോള് വീഡിയോ എടുത്തത് കാരണം അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ നല്ല രസമായിരുന്നു. എന്താ പറയുക, സൺസെറ്റ് ഏരിയ ആണ്. കുറേ നേരം കടലിലൊക്കെ നിന്ന് കളിച്ചു. കാരണം അവൾക്ക്
കടലിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ. കുറേ നേരം കടലിൽ നിന്ന് കണ്ടു. ഇതിൻ്റെ എൻഡെന്ന് പറയുന്ന അവസാനം നമ്മൾ നടന്ന് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പോയിന്റിൽ എത്തും. അപ്പുറം ഇപ്പുറമുള്ള കടല, അത് അങ്ങ് അറ്റേ ചെന്ന് കഴിയുമ്പോൾ കടൽ റൗണ്ട്, നമുക്ക് ചുറ്റിനും കടല പക്ഷേ ഞങ്ങൾ അങ്ങ് വരെ പോയില്ല, കാരണം സമയം എടുക്കും. അങ്ങ് വരെ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരുള്ള സ്ഥലത്തൊക്കെ നിൽക്കുന്നതല്ലേ ശരിക്കും നമുക്ക് സേഫ്. ഇതാണ് കല്യാണ ഷൂട്ടിന് പറ്റിയ സ്ഥലം. പക്ഷെ എന്തായാലും ഞങ്ങൾ വന്നത് നല്ലൊരു ടൈം ആയത് കാരണം മോളെ വെച്ച് 1-2 വീഡിയോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് ഇത് വേറൊരു പോയിൻ്റായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഇത് വൈകുന്നേരമുള്ളൊരു അതിന് ശേഷം ഞങ്ങൾ ജെട്ടി സൈഡിൽ ഒന്ന് കറങ്ങാൻ പോയതാണ് കേട്ടോ. ഇവിടെ പക്ഷേ ഡേയിൽ വലിയതായിട്ട് ഭംഗിയൊന്നുമില്ല. ഇതാണ് ശരിക്കും ബോട്ടൊക്കെ വരുന്ന എല്ലാ ബോട്ടുകളും വന്ന് അടുക്കുന്ന ഒരു ഏരിയ കേട്ടോ. അതാണ് ജെട്ടി സൈഡ്. പക്ഷെ അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തില്ല, ഭയങ്കര വെയിലായിരുന്നു. രാത്രി ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ്, അത് കാരണം രാത്രിയിലത്തെ വീഡിയോ കാണിച്ചു തരാൻ കേട്ടോ. ഇതൊരു ഇത് നോക്കിക്കേ, മാലദ്വീപിയൻ കാക്ക ഇരിക്കുന്ന ആ കിടക്കുന്ന കണ്ടോ സാധനം. ഇവിടെ ഒരു റോഡ് പോലും ഇല്ല. പിന്നെ എന്തിനാണോ ഈ BMW ഒക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതെന്ന് ഒട്ടും ഇത് നമുക്കറിയാൻ വയ്യ. പിന്നെ അതേണ്ട അവിടെയൊക്കെ ഏതാണ്ട് ഒരു ബോട്ടൊക്കെ കിടപ്പുണ്ട്. നല്ല വെയിലാണ് കേട്ടോ ഇത്രയും സമയമാണെങ്കിൽ പോലും. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫുള്ള് കറങ്ങി കാണാൻ ഭയങ്കര ആഗ്രഹം. അത് കാരണം ഞാൻ ചുമ്മാ നടക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്ന് വീഡിയോസ് എടുക്കുന്ന പരിപാടിയാണ്. ഇതിവിടെ ആകെപ്പാടുള്ളൊരു പള്ളിയാണ്, മോസ്കാണേ. പിന്നെന്താ, ഈ മോസ്കിൻ്റെ തൊട്ടപ്പുറം കേട്ടോ ഞാൻ താമസിക്കുന്നത്. ഞാൻ പോകുന്ന ഈ വഴി ഒത്തിരി നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ വഴിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ എടുത്താലല്ലേ നമുക്കത് മനസ്സിലാത്തോണ്ടോ എന്നെ ഭംഗിയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഗസ്റ്റൊക്കെ താമസിക്കുന്ന സ്ഥലം. ഇവരുടെ പ്രാവശ്യം ഡാൻസിൻ്റെ ഒക്കെ പാട്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ജെട്ടി സൈഡ്. ഈ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്തുവാണെന്നറിയാമോ? ഇവിടുത്തെ മാലദ്വീപിയനിൽ ഒരു എന്താ പറയുക, പിങ്ക് പാർട്ടി ജയിച്ചതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. അതിന് ഞങ്ങളെ ഫംഗ്ഷന് വിളിച്ചതാണ്. മോള് പിന്നെ അതേൻ്റെ ഫിഷിനെ കണ്ട് അതിൻ്റെ പുറകെ അങ്ങോട്ടും വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ്. അതൊരു സ്രാവ് കൂട്ടം, അവിടെ 1-2 സ്രാവും കുഞ്ഞുങ്ങളൊക്കെ അതിലെ കൂടെ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് അത് നോക്കി അങ്ങനെ നിന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ ഭക്ഷണമൊക്കെ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. റോഷി, അതായത് മൈദ വെച്ചുണ്ടാക്കുന്നൊരു തരം ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കണ്ടോ നല്ല രസമുണ്ട്. അത് ഈ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ആരെങ്കിലും കുട്ടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന കാരണം ഫിഷ് അങ്ങനെ എല്ലാ ഫിഷും അങ്ങോട്ട് വരുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ നിന്ന് വീഡിയോ കണ്ടോ, ആൾക്കാരെ കണ്ടു ഇവിടുത്തെ. അങ്ങനെ ഞങ്ങളുടെ ഒരാഴ്ചത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. പക്ഷെ അന്ന് ഭയങ്കര മഴയായിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റിയില്ല. ഞങ്ങളിങ്ങോട്ട് വരുന്നതും എടുക്കുന്നത് ഞങ്ങളങ്ങനെ ഇത് ശരിക്കും ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവം കേട്ടോ. കാരണം ഭയങ്കര റഫായിട്ടുള്ള ടൈം, മഴ ഇപ്പം പെയ്യൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നു, കാറ്റുണ്ട്. അതിൽ ഞാനും എൻ്റെ മോളും പിന്നെ ഡ്രൈവർ ഒരൊറ്റ ലക്ഷ്യം മാത്രം, ഞങ്ങൾക്ക് എത്തേണ്ട ഐലൻഡിലോട്ട് എത്തുക എന്നുള്ള ലക്ഷ്യത്തെ പുള്ളി അങ്ങോട്ട് നോക്കിയിരിക്കുക. ശരിക്കും ഞാൻ പേടിച്ചിട്ട് തന്നെ ആയിരിക്കുന്നത് കേട്ടോ. മോൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഇങ്ങനൊരു ബോട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആദ്യമായിട്ടാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് യാവനങ്ങ് ഭയങ്കരമായിട്ട് സ്പീഡെടുത്ത് ഞങ്ങൾ ഞെക്കി കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഇച്ചിരി സ്ലോ ആകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു, കാരണം ഒന്നും സംഭവിക്കത്തില്ലെങ്കിൽ പോലും കണ്ടു കടലിൻ്റെയൊക്കെ കളറും. ശരിക്കും നമ്മൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും കവർ ചെയ്തിട്ടുള്ള ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും ഒക്കെ നല്ല മനോഹരമായൊരു യാത്രയായിരുന്നത്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളും. മോളെന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.